സമയം തിങ്കളാഴ്ച രാവിലെ കൃത്യം 10:45. കൊച്ചി നഗരഹൃദയത്തിലെ ഇൻഫോ പാർക്കിനോട് ചേർന്ന ഹൈടെക് ഏരിയയിലാണ് ആഡംബരക്കാർ ഷോറൂമായ ശ്രേയസ് ലക്ഷറി മോട്ടോഴ്സ്. അതിന്റെ കൂറ്റൻ ഗ്ലാസ് വാതിലിനരികിലേക്ക് ഒരു വൃദ്ധൻ പതിയെ നടന്നെത്തി. വെളുത്തു നരച്ച കൈത്തറി മുണ്ടും ഷർട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. തോളിൽ പഴയ നിറം മങ്ങിയ തുണികൊണ്ടുള്ള കൈസഞ്ചി ഭദ്രമായി കിടന്നു. പ്രായം മുഖത്ത് ചുളിവുകൾ വീഴ്ത്തിയിരുന്നെങ്കിലും കണ്ണുകളിൽ അനുഭവത്തിന്റെ ശാന്തമായ പ്രകാശമുണ്ടായിരുന്നു. ഗ്ലാസ് ഭിത്തികൾക്ക് പിന്നിൽ തിളങ്ങി നിന്ന പുതിയ മോഡൽ മെർസിഡസ്, റേഞ്ച് റോവർ, പോർഷെ കാറുകളുടെ വിലകൾ പല കോടികളായിരുന്നു. വൃദ്ധൻ പ്രധാന വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചതും ഗാർഡ് ബേസിൽ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു. "അയ്യോ വല്യപ്പാ, ഇങ്ങോട്ടെങ്ങനെ വന്നോ? ഇതൊരു സാധാരണ ഷോറൂമല്ല, വില കൂടിയ കാറുകളുടേതാണ്. പുറത്ത് കാത്തിരിക്കാനുള്ള കസേരയുണ്ട്, അവിടെ പോയി ഇരുന്നോളൂ. അകത്തേക്ക് കസ്റ്റമേഴ്സ് മാത്രമേ വരാറുള്ളൂ." വൃദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ വിടർന്ന നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. "മോനെ, ഞാൻ കസ്റ്റമർ തന്നെയാണ്. അകത്തെ മാനേജരെ ഒന്ന് കാണണം. ഒരു കാറ് കാണാനുണ്ട്." ഗാർഡ് അടുത്ത കൗണ്ടറിലെ സെക്യൂരിറ്റിക്കാരനായ ദിനേശിനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. "കേട്ടോടാ ദിനേശ, വല്യപ്പൻ കാറ് വാങ്ങാൻ വന്നതാണത്രേ. 1 കിലോ അരി വാങ്ങാനുള്ള കാശ് ഈ സഞ്ചിക്കകത്തുണ്ടോ ആവോ?" രണ്ടുപേരും ചിരി അമർത്തിപ്പിടിച്ചു. വൃദ്ധൻ അവരുടെ പരിഹാസം ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അതേ ശാന്തമായ ചിരി നിലനിർത്തിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങൾ കളിയാക്കിയാലും വേണ്ടില്ല. എന്റെ കാര്യം നടന്നേ പറ്റൂ. ഞാൻ അകത്തേക്ക് പോകും മോനെ." അപ്പോഴാണ് അകത്തുനിന്നൊരു സംസാരശബ്ദമുയർന്നത്. "എന്താണ് പുറത്തി ബഹളവും തമാശയും?" ഷോറൂമിലെ ഏറ്റവും മിടുക്കിയും കർക്കശക്കാരിയുമായ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവാണ് രഞ്ജിനി മേനോൻ. സ്റ്റൈലിഷായ ബ്ലേസറും ട്രൗസറും ഹൈഹീൽസും ധരിച്ച് കയ്യിൽ വില കൂടിയ ടാബ്ലറ്റുമായി അവർ പുറത്തേക്ക് വന്നു. രഞ്ജിനി വൃദ്ധനെ തലമുതൽ പാദം വരെ ഒന്ന് നോക്കി. "വല്യപ്പ," അവർ പരിഹാസം ഒട്ടും മറച്ചുവെക്കാതെ പറഞ്ഞു, "ഇതൊരു ലക്ഷറി കാർ ഷോറൂമാണ്, അമ്പലത്തിലെ കൗണ്ടറല്ല. നിങ്ങൾക്ക് വഴിതെറ്റിയതാകാം." വൃദ്ധൻ: "ഇല്ല മോളെ, എനിക്ക് വഴിതെറ്റിയിട്ടില്ല. ഞാനിവിടെ വന്നത് ഏറ്റവും വില കൂടിയ കാറ് വാങ്ങാനാണ്." രഞ്ജിനി തന്റെ ചിരിയടക്കാൻ പാടുപെട്ടു. "ഹോ, വലിയ കാര്യമായി പോയി. ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന മോഡൽ മെർസിഡസ് മെയ്ബാക്ക് S680 ആണ്. ഓൺ റോഡ് പ്രൈസേ 3.5 കോടി കടക്കും. വല്യപ്പൻ ക്യാഷായിട്ട് തരുമോ, അതോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മതിയോ?" വൃദ്ധന്റെ മുഖത്തെ ചിരി മാഞ്ഞില്ല. "പണത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അതിനുള്ള സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം കാറ് കാണിക്കൂ." രഞ്ജിനി അടുത്തുനിന്ന സഹപ്രവർത്തകനായ വിക്രമിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. "വിക്രം, ആ മെയ്ബാക്കിന്റെ കവറൊന്ന് മാറ്റിക്കേ. നമ്മുടെ വിശിഷ്ടാതിഥിക്ക് ഒന്ന് കാണണ്ടേ." വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മാഡം, നമുക്ക് വേറെ പണിയില്ലേ? വെറുതെ കോമാളി കളിക്കാൻ." രഞ്ജിനി: "അതെ, പക്ഷേ കുറച്ച് നേരം പോക്ക് കളയുന്നതിൽ എന്താണ് തെറ്റ്? വേഗം, മാനേജർ വരുന്നതിന് മുമ്പ്." അവർ കാറിന്റെ കവർ മാറ്റി. വണ്ടി തിളങ്ങി നിന്നു. വൃദ്ധൻ വളരെ ശ്രദ്ധയോടെ കാർ നോക്കി. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, "എനിക്കൊന്ന് ഇതിന്റെ ഉള്ളിലിരിക്കണം. എഞ്ചിൻ ഓണാക്കി അതിന്റെ ശബ്ദം കേൾക്കണം." വിക്രം ക്ഷമ നശിച്ചവനായി കൈമലർത്തി. "വല്യപ്പ, ഇത് വെറും ഷോപ്പീസാണ്. ഇത് ടച്ച് ചെയ്യാൻ പോലും അനുവദിക്കില്ല. ഇത് ഡെലിവറിക്ക് വെച്ച കാറാണ്." വൃദ്ധൻ: "എങ്കിൽ നിങ്ങളുടെ മാനേജറെ വിളിക്കേ. അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകും. എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട." രഞ്ജിനി കലിപ്പടയ്ക്ക് റിസപ്ഷൻ ഡെസ്കിലേക്ക് പോയി ഫോണെടുത്തു. "സർ, ഞാൻ നേരത്തെ പറഞ്ഞ വൃദ്ധൻ ഭയങ്കര ശല്യക്കാരനാണ്. അകത്ത് കാറിൽ കയറിയിരിക്കണമെന്നൊക്കെ പറയുന്നു. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്." ഫോണിന്റെ അങ്ങേയറ്റത്തു നിന്ന് ജനറൽ മാനേജർ രാജീവ് മേനോൻ മറുപടി പറഞ്ഞു. അയാളിപ്പോൾ മുന്തിയ സ്യൂട്ടിൽ മറ്റൊരു വലിയ കസ്റ്റമറുമായി സംസാരിക്കുകയായിരുന്നു. "വിഷയം വലുതാക്കണ്ട. എന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവനെ പുറത്താക്കിയാൽ മതി. ഇപ്പോൾ അവനോട് നാളെ വായെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറൂ." രഞ്ജിനി ഫോൺ വെച്ച് ദേഷ്യത്തോടെ വൃദ്ധനോട് പറഞ്ഞു. "മാനേജർ സർ പ്രധാനപ്പെട്ട ഒരു VIP കസ്റ്റമറുമായി സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ വേണ്ടിവരും." വൃദ്ധൻ: "എനിക്കിന്ന് തന്നെ അദ്ദേഹത്തെ കാണണം. അത്യാവശ്യം കാര്യമാണ്." വിക്രം പരിഹസിച്ചു. "വല്യപ്പ, ഇവിടെ ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യം നിങ്ങളിവിടെ നിന്ന് പോകണമെന്നുള്ളതാണ്. പുറത്ത് കുടിവെള്ളമുണ്ട്, കുടിച്ചു പൊക്കോളൂ." അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. വൃദ്ധൻ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. എന്നിട്ട് അടുത്തുള്ള ലോഞ്ചിലെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കസേരയിൽ ചെന്നിരുന്നു. അല്പസമയത്തിനു ശേഷം ഏകദേശം 25 വയസ്സ് പ്രായമുള്ള ജൂനിയർ സെയിൽസ്മാനായ വിഷ്ണു അങ്ങോട്ട് വന്നു. അവൻ പുതിയതായി ജോലിക്ക് ചേർന്നതാണ്. "വല്യപ്പ, എല്ലാവരും നിങ്ങളോട് ദേഷ്യപ്പെടുന്നതായി കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ?" വിഷ്ണു വിനയത്തോട് ചോദിച്ചു. വൃദ്ധൻ വാത്സല്യത്തോടെ അവനെ നോക്കി. "എനിക്ക് നിന്റെ മാനേജർ ഒന്ന് കണ്ടാൽ മതി മോനെ." "ശരി, ഞാനൊന്ന് ശ്രമിക്കാം." വിഷ്ണു മാനേജറുടെ ക്യാബിനിലേക്ക് ഓടിച്ചെന്നു. "സർ, പുറത്തൊരു വല്യപ്പനുണ്ട്. കാറ് വാങ്ങാനാണെന്ന് പറയുന്നു. അദ്ദേഹത്തെ കണ്ടാൽ പാവപ്പെട്ട ആളായി തോന്നാമെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണിലൊരു പ്രത്യേകതയുണ്ട്. ഒരല്പം സത്യമുണ്ടായിക്കൂടെ?" രാജീവ് അക്ഷമയോടെ കൈകൂപ്പി. "വിഷ്ണു, മതി. നീ ഇവിടെ ജോലിക്ക് ചേർന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. നിന്റെ ജോലി കസ്റ്റമേഴ്സിന് തിരിച്ചറിയുക എന്നതാണ്, അല്ലാതെ വെറുതെ ചാരിറ്റി കാണിക്കാനുള്ള സ്ഥലമല്ലേത്. ഇനിയും തർക്കിച്ചാൽ നിന്റെ പ്രൊബേഷൻ പീരീഡ് ഞാൻ വെട്ടിച്ചുരുക്കും."
വിഷ്ണു നിരാശയോടെ പുറത്തു വന്നു. വൃദ്ധൻ ഇപ്പോഴും ശാന്തനായിരിക്കുകയായിരുന്നു. വിഷ്ണു വിഷമത്തോടെ പറഞ്ഞു, വല്യപ്പ, അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. അടുത്ത തവണ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. വൃദ്ധൻ തലയാട്ടി. സാരമില്ല മോനെ, സമയം ശരിയാകുമ്പോൾ നമുക്ക് കാണാം. വിഷ്ണു ആകാംക്ഷയോടെ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? പേരറിയാനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ല. വൃദ്ധൻ ചിരിച്ചു. അദ്ദേഹം തന്റെ തുണിസഞ്ചിയിൽ നിന്നൊരു ചെറിയ തവിട്ട് നിറത്തിലുള്ള മുദ്ര വെച്ച കവറെടുത്തു. വിഷ്ണുവിനോട് പറഞ്ഞു, ഇത് നിന്റെ മാനേജർക്ക് കൊടുക്കണം. പക്ഷെ അദ്ദേഹം തീർത്തും ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം. വിഷ്ണു കവർ വാങ്ങി. ഇതിലെന്താണ്? ഉത്തരം അതിൽ കാണും. മോനിത് സൂക്ഷിച്ചു വെച്ച ശേഷം മാത്രം അദ്ദേഹത്തിന് കൊടുത്താൽ മതി. വിഷ്ണുവിനൊന്നും മനസ്സിലായില്ല. പക്ഷേ വൃദ്ധന്റെ വാക്കുകൾ അവനിൽ ഭാരം ചെലുത്തി. അവൻ ആ കവർ സൂക്ഷിച്ചു ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചു. ഷോറൂമിലെ തിരക്ക് കുറഞ്ഞപ്പോൾ രാജീവ് മേനോൻ തന്റെ വിശാലമായ ക്യാബിനിൽ ഒറ്റയ്ക്കായിരുന്നു. വിഷ്ണു ധൈര്യം സംഭരിച്ച് അകത്തേക്ക് ചെന്നു. സർ, ആ വൃദ്ധൻ പോകുന്നതിന് മുമ്പ് ഈ കവർ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് കൊടുക്കണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. രാജീവ് ഒരു ചിരിയോടെ കവർ വാങ്ങി. ഹോ, ഒരു തപാൽക്കാരനും കൂടി. എന്തായാലും നോക്കാം. സീല് പൊട്ടിച്ച് കവർ തുറന്നു. അകത്തൊരു വെള്ളക്കടലാസ് മാത്രം. നീലമഷിയിൽ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്ത ഏതാനും വരികൾ. പ്രിയപ്പെട്ട ശ്രീ രാജീവ് മേനോൻ, ഇന്നത്തെ നിങ്ങളുടെ മാന്യമായ പെരുമാറ്റത്തിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെയും രഞ്ജിനിയുടെയും വിക്രമിന്റെയും വിലയിരുത്തലുകൾ എനിക്ക് വ്യക്തമായി. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് കൊച്ചിയിലെ കൈരളി ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടും. ഈ ശ്രേയസ് ലക്ഷറി മോട്ടോഴ്സിന്റെ ഫ്രാഞ്ചൈസിയുടെ ഭാവി ആരുടെ കൈകളിലായിരിക്കണമെന്ന് അവിടെ വെച്ച് തീർച്ചപ്പെടുത്തും. KV മാത്യു. രാജീവിന്റെ മുഖം രക്തം വാർന്നു പോയതുപോലെയായി. അയാൾ പേര് വീണ്ടും വായിച്ചു. KV മാത്യു. ഈ പേര് അയാളുടെ തലച്ചോറിൽ തീപ്പൊരി പോലെ മിന്നി. KV മാത്യു. ഈ ഷോറൂം പ്രവർത്തിക്കുന്ന കൈരളി ഗ്രൂപ്പിന്റെ സ്ഥാപക ഡയറക്ടർമാരിലൊരാളാണത്. കഴിഞ്ഞ 7 വർഷമായി പൊതുരംഗത്തുനിന്ന് വിട്ടുനിൽക്കുന്ന ആ ബിസിനസ് ഭീമൻ. രാജീവ് ഇന്റർകോം എടുത്തു. രഞ്ജിനി, ഒരു നിമിഷം പോലും വൈകാതെ എന്റെ ക്യാബിനിലേക്ക് വരൂ. രഞ്ജിനി പരിഭ്രമിച്ചകത്തേക്ക് വന്നു. സാർ, എന്തുപറ്റി? രാജീവ് വിറയ്ക്കുന്ന കൈകളോടെ ആ കത്ത് അവൾക്ക് നേരെ നീട്ടി. വായിക്കൂ ഇത്. ഇതാണിന്ന് രാവിലെ നമ്മൾ പരിഹസിച്ച ആ വൃദ്ധൻ മാത്യു സാർ. രഞ്ജിനിയുടെ നെഞ്ചൊന്ന് കാളി. സാർ, അപ്പോൾ അദ്ദേഹം നമ്മുടെ ഓണർ? രാജീവ് മേശയിൽ ആഞ്ഞടിച്ചു. അതെ, നമ്മുടെ തലവര തീരുമാനിക്കുന്ന ആൾ. നമ്മൾ അദ്ദേഹത്തെ കളിയാക്കി പുറത്തേക്ക് പറഞ്ഞുവിട്ടു. ഇനി എന്തു ചെയ്യും? രാജീവ് ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സ് ശാന്തമാക്കി. ഭയപ്പെടേണ്ട. അയാൾ നമ്മെ ഭീഷണിപ്പെടുത്തുകയല്ല, ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നാളെ കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലായിരിക്കും. എങ്ങനെ സർ? അദ്ദേഹം ഇത്രയും ഉയർന്ന വ്യക്തിയല്ലേ? കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നാളെ അദ്ദേഹം വരുമ്പോൾ ഞാൻ ക്ഷമ ചോദിക്കും. നമ്മുടെ കസ്റ്റമർ സർവീസിനെക്കുറിച്ച് വികാരപരമായൊരു നാടകം കളിക്കും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രായം എനിക്ക് അനുകൂലമാക്കാം. അദ്ദേഹം എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഓർമ്മക്കുറവുള്ള ഏതോ കള്ളൻ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്തുവെന്ന് ഞാൻ വാദിക്കും. ഇതെല്ലാം ബിസിനസ് തന്ത്രങ്ങളാണ്. രഞ്ജിനി പേടിയോടെ തലയാട്ടി. വിഷ്ണു ഈ സമയമത്രയും വാതിലിന്റെ മറവിൽ നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ ദേഷ്യം തിളച്ചു. ഇന്നലെ അപമാനിച്ചിട്ട് ഇന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനോ? അന്ന് രാത്രി വിഷ്ണു വീട്ടിൽ പോയില്ല. അവൻ ബാക്ക് ഓഫീസിലെ പഴയ കമ്പ്യൂട്ടറിലിരുന്നു. കൈരളി ഗ്രൂപ്പിന്റെ വെബ്സൈറ്റിൽ കസ്റ്റമർ കംപ്ലയിൻസ്/ഡയറക്ടർ കോണ്ടാക്ട് വിഭാഗത്തിൽ കയറി അവനൊരു വിശദമായ ഇമെയിൽ ടൈപ്പ് ചെയ്തു. വിഷയം: ബഹുമാനപ്പെട്ട ശ്രീ KV മാത്യുവിന്റെ ശ്രേയസ് ലക്ഷറി മോട്ടോഴ്സിലെ ദുരനുഭവം. ബഹുമാനപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക്, ഇന്ന് രാവിലെ സ്ഥാപക ഡയറക്ടറായ ശ്രീ KV മാത്യു സർ ഷോറൂമിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ലളിതമായ വേഷം കാരണം ജനറൽ മാനേജർ രാജീവ് മേനോൻ, രഞ്ജിനി മേനോൻ, വിക്രം എന്നിവർ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചു. ഷോറൂമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ചായ പോലും നൽകാൻ വിസമ്മതിച്ചു. നാളെ ഈ വിഷയം കള്ളം പറഞ്ഞ് മൂടിവെക്കാൻ മാനേജർ ശ്രമിക്കുന്നുണ്ട്. സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നത്. വിഷ്ണു, ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്. കസ്റ്റമർ ബഹുമാനമാണ് പ്രധാനം. അവൻ മെയിൽ അയച്ചു. വിറയ്ക്കുന്ന കൈകളോടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ഷോറൂമിന്റെ ഗേറ്റിൽ അതേ വൃദ്ധൻ വീണ്ടും എത്തി. ഇത്തവണ 4 എസ്കോട്ട് കാറുകൾ അദ്ദേഹത്തിന് പിന്നിൽ നിരന്നു. കറുത്ത സ്യൂട്ട് ധരിച്ച ഉന്നത ഉദ്യോഗസ്ഥർ കാറിൽ നിന്നിറങ്ങി. ഗാർഡുകളും ഷോറൂം ജീവനക്കാരും ഭയന്നു വിറച്ചു. രഞ്ജിനിയുടെ മുഖം ചുമന്നു. രാജീവാകട്ടെ തലേനത്തെ തന്ത്രപരമായ ചിരി മാഞ്ഞു. ചുണ്ടുകൾ ഉണങ്ങി നിന്നു. വൃദ്ധൻ നേരെ അകത്തേക്ക് നടന്നു. ശ്രീ രാജീവ് മേനോൻ എവിടെ? അദ്ദേഹത്തിന്റെ ശബ്ദം ഷോറൂമിൽ ആകെ അലയുറച്ചു. രാജീവ് വിറയ്ക്കുന്ന കാലുകളോടെ ക്യാബിനിൽ നിന്ന് പുറത്തുവന്നു. നമസ്കാരം സാർ, എന്റെ ഭാഗത്ത് സംഭവിച്ചതൊരു തെറ്റിദ്ധാരണയായിരുന്നു. സ്റ്റാഫിന്റെ വിവരമില്ലായ്മയാണ്. KV മാത്യു കൈയുയർത്തി അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇത്തവണ അഗ്നിയുണ്ടായിരുന്നു. തെറ്റിദ്ധാരണ സ്റ്റാഫിന്റേതല്ല മേനോൻ സാർ, അത് നിങ്ങളുടെ അഹങ്കാരമാണ്. രാജീവ് തലതാഴ്ത്തി നിന്നു. സാർ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ക്ഷമയല്ല മേനോൻ, മറുപടിയാണ് എനിക്ക് വേണ്ടത്. ഒരു സാധാരണക്കാരനെ കണ്ടാൽ അയാൾ കസ്റ്റമറല്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുമോ? മാത്യു ഷോറൂമിന്റെ നടുവിലൂടെ നടന്നു.
ഇവിടെ വിൽക്കുന്നത് കാറുകളല്ല, വിശ്വാസമാണ്. 20 വർഷം മുമ്പ് ഈ ഷോറൂം തുടങ്ങിയപ്പോൾ ഏതു വേഷം ധരിച്ചെത്തുന്നവനും ഇവിടെ ബഹുമാനം കിട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം രാജീവിനെ നോക്കി. നിങ്ങളിവിടെ വിൽക്കുന്നത് വെറും പൊങ്ങച്ചം മാത്രമാണ്. അതിനിടയിൽ മാത്യുവിനൊപ്പമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ടാബ്ലറ്റ് രാജീവിന് നേരെ തിരിച്ചുപിടിച്ചു. അതിൽ ഇന്നലത്തെ CCTV ദൃശ്യങ്ങൾ പ്ലേ ആകുന്നുണ്ടായിരുന്നു. സാർ, ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കളിയാക്കുന്നതും പുറത്താക്കാൻ പറയുന്നതും വ്യക്തമാണ്, മാത്യു പറഞ്ഞു. നിങ്ങൾ ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വൃദ്ധനായ കസ്റ്റമറെ അപമാനിക്കുന്നത് ഞാൻ കണ്ടു. ഇതാണോ കൈരളി ഗ്രൂപ്പിന്റെ മൂല്യം? രാജീവ് തകർന്നുപോയി. സാർ, എനിക്ക് തെറ്റുപറ്റി. ഇനി തെറ്റ് സമ്മതിക്കേണ്ട കാര്യമില്ല. ഇനി തീരുമാനിക്കേണ്ട സമയമാണ്. മാത്യു പിന്നിൽ നിന്ന വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടി. മോനെ വിഷ്ണു, ഇങ്ങോട്ട് വരൂ. വിഷ്ണു മുന്നോട്ട് വന്നു. മാത്യു പുഞ്ചിരിച്ചു. ഇതാണ് ഈ സ്ഥാപനത്തിൽ സത്യസന്ധത ബാക്കിയുള്ള ഒരേയൊരു ജീവനക്കാരൻ. എന്റെ അപമാനം മറച്ചുവെക്കാൻ ശ്രമിക്കാതെ ഇയാൾ ഡയറക്ടർ ബോർഡിന് സത്യം തുറന്നെഴുതി. രഞ്ജിനി ഞെട്ടലോടെ മൊഴിഞ്ഞു. വിഷ്ണു ആയിരുന്നു അത്. മാത്യു രാജീവിനെ നോക്കി. മേനോൻ, നിങ്ങളുടെ ഷോറൂമിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവനാണ് ഉയർന്ന സ്വഭാവം കാണിച്ചത്. അദ്ദേഹം ഫയൽ തുറന്നു. ഇന്നുമുതൽ ശ്രേയസ് ലക്ഷറി മോട്ടോഴ്സിന്റെ മാനേജ്മെന്റ് ഘടനയിൽ മാറ്റം വരുത്തുകയാണ്. രാജീവ് മേനോനെ തൽക്കാലം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സാർ, ദയവായി. രാജീവ് കരയാൻ തുടങ്ങി. നിങ്ങളുടെ കരിയർ അവസാനിക്കുന്നില്ല, മാത്യു ശാന്തനായി പറഞ്ഞു. അടുത്ത 6 മാസം നിങ്ങൾ സർവീസ് സെക്ഷനിൽ ജോലി ചെയ്യണം. സ്വന്തം കൈകൊണ്ട് കാറുകളുടെ ടയറുകൾ കഴുകണം. കസ്റ്റമേഴ്സിന് വെള്ളം കൊടുക്കണം. നിങ്ങളുടെ വേഷമല്ല, നിങ്ങളുടെ സേവനമാണ് ഒരാളുടെ വില നിർണ്ണയിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണം. രഞ്ജിനി വിതുമ്പി. സോറി സർ, ഞാൻ മനസ്സിലാക്കി. മാത്യു വിഷ്ണുവിനെ നോക്കി. വിഷ്ണു, നീ സത്യസന്ധതയുടെ വില നൽകുകയായിരുന്നില്ല, സമ്പാദിക്കുകയായിരുന്നു. ഇന്നു മുതൽ നീ ഈ ഷോറൂമിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ്. വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. സാർ, നിനക്ക് സാധിക്കും. കാരണം സത്യസന്ധതയാണ് ഏറ്റവും വലിയ യോഗ്യത. മാത്യു അവന്റെ ഊന്നുവടിയെടുത്ത് വാതിലിനരികിലേക്ക് നടന്നു. ഓർമ്മയിലിരിക്കട്ടെ മേനോൻ, ഒരു ബ്രാൻഡിന്റെ യഥാർത്ഥ മൂല്യം കാറുകളുടെ വിലയിലല്ല, അവയെ വിനയത്തോടെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യത്വത്തിലാണ്. തുടർന്നുള്ള ആഴ്ചകളിൽ ഷോറൂമിന്റെ അന്തരീക്ഷം മാറി. വിഷ്ണു അസിസ്റ്റന്റ് മാനേജറായി ചുമതലയേറ്റു. ജീവനക്കാരവനെ ആദരിച്ചു. അവൻ എല്ലാവരോടും വിനയം കാണിച്ചു. ഒരു ദിവസം രഞ്ജിനി വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു, ഇന്ന് നിന്നെ മാത്യു സാർ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്, നേരിൽ കാണണമെന്ന് പറഞ്ഞു. ഗ്ലാസ് ടവറിലെ മാത്യു സാറിന്റെ ഓഫീസിലെത്തിയ വിഷ്ണുവിനെ അദ്ദേഹം വാത്സല്യത്തോടെ സ്വീകരിച്ചു. വിഷ്ണു, എനിക്കിപ്പോൾ എല്ലാ ആഴ്ചയും നിന്റെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിലെല്ലാമുണ്ട് സത്യസന്ധത, വിനയം, കഠിനാധ്വാനം. മാത്യു ഒരു ഫയൽ വിഷ്ണുവിന് നേരെ നീട്ടി. ഞാൻ വിരമിക്കാൻ തീരുമാനിച്ചു. എന്റെ കൈരളി ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ചുമതല നീ ഏറ്റെടുക്കണം. നീ അതിന്റെ ഡയറക്ടർ ഇൻചാർജാകണം. ഇത് വലിയ ഉത്തരവാദിത്തമാണ്. വിഷ്ണു വികാരാധീനനായി. ഞാൻ വാക്ക് തരുന്നു സർ, ഒരിക്കലും ഈ വിശ്വാസം കളയില്ല. രാജീവ് മേനോൻ സർവീസ് ഏരിയയിൽ കൈകൊണ്ട് കാറുകൾ കഴുകുകയായിരുന്നു. ഒരു ദിവസം വിഷ്ണു അങ്ങോട്ട് ചെന്നു. രാജീവ് സാർ, ഞാൻ നിങ്ങളുടെ സ്ഥാനം തട്ടിയെടുത്തതല്ല. നിങ്ങളെന്നെ പഠിപ്പിച്ച കഠിനാധ്വാനമാണ് ഞാൻ ചെയ്തത്. രാജീവ് തലയുയർത്തി. കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ നനവുണ്ടായിരുന്നു. വിഷ്ണു, അന്ന് നീ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ അഹങ്കാരത്തിൽ തകർന്നുപോയേനെ. നീ എന്നെ ഉണർത്തുകയായിരുന്നു. വിഷ്ണു പുഞ്ചിരിച്ചു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു പാഠം പഠിച്ചു. രാജീവ് കൈകൂപ്പി. അതെ, വസ്ത്രങ്ങളല്ല, കഥാപാത്രത്തെയാണ് തിരിച്ചറിയേണ്ടത്. രാത്രിയിൽ ഷോറൂം പൂട്ടി വിഷ്ണു ഇറങ്ങുമ്പോൾ പഴയൊരു കറുത്ത കാർ പാർക്കിംഗ് ഏരിയയിൽ തിളങ്ങുകയായിരുന്നു. മാത്യു സാർ ആദ്യമായി വന്ന കാറാണത്. അതിന്റെ ബോണറ്റിൽ ഒരു ചെറിയ കവർ വെച്ചിരുന്നു. വിഷ്ണു അതെടുത്തു. അകത്തൊരു വരി മാത്രം: ലോകം നിന്നെ തിരിച്ചറിയുമ്പോഴും ആരുമറിയാത്ത കാലത്തെ നിന്റെ വിനയം മുറുതി പിടിക്കുക, KV മാത്യു. വിഷ്ണു പുഞ്ചിരിച്ചു. അവൻ അവന്റെ പുതിയ ചുമതലയിലേക്ക് നടന്നകന്നു.